This is Deepthi Thomas from Tiju's Academy. OET റീഡിംഗ് പാർട്ട് സിയിൽ നമുക്ക് മിക്കപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓതേഴ്സ് വ്യൂ പോയിന്റ്. അതായത് ഫാക്റ്റ് ആണോ അതോ ഒപ്പീനിയൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പലപ്പോഴും സ്റ്റുഡൻസിന് മിസ്റ്റേക്ക് വരാറുണ്ട്. ചോദ്യം ചിലപ്പോൾ ഫാക്റ്റ് ആയിരിക്കാം, ഓപ്ഷൻ്റെ അകത്ത് ഒപ്പീനിയൻസ് ആയിരിക്കും വരുന്നത്. ആൻഡ് അത് ചൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. സോ അത് ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഫാക്റ്റ് പറയുമ്പോൾ വരുന്ന കുറച്ചധികം വൊക്കാബ്, അതേപോലെ തന്നെ ഒപ്പീനിയൻ ആണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾക്ക് കാണപ്പെടാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ, ഇത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ശരിക്കും നമുക്ക് പാർട്ട് സിയിലെ ഈ ഓതേഴ്സ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഫാക്റ്റും അല്ലെങ്കിൽ ഒപ്പീനിയനും ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് വാക്കുകളുണ്ടോ, അല്ലെങ്കിൽ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് എത്ര ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. So in today's session we are going to talk about understanding author's viewpoint in part C. Part C-ൽ നമുക്ക് ഓഥറിൻ്റെ വ്യൂ പോയിന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ? ദി ഓഥർ വോണ്ട് ടു സജസ്റ്റ്, what does the author want to convey. അപ്പം ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയ സെഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ OET റീഡിംഗ് പാർട്ട് സിയിലാണ് മിക്കവാറും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. വാട്ട് ഈസ് ദ ഓഥർ വാണ്ട് ടു കൺവേ, അല്ലെങ്കിൽ വാട്ട് ഡസ് ദ ഓഥർ വാണ്ട് ടു ഹൈലൈറ്റ്, വാട്ട് ഈസ് ഓഥർ സജസ്റ്റിംഗ്, വാട്ട് ഡസ് ദ ഓഥർ വാണ്ട് ടു ഇംപ്ലൈ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മെയിൻലി ചോദിക്കപ്പെടുന്നത് OET റീഡിംഗ് പാർട്ട് സിയിലാണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഓഥറിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഓഥറിൻ്റെ ഒപ്പീനിയൻ നമുക്ക് മനസ്സിലാക്കാം, ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓഥറിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഓഥറിൻ്റെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഓഥർ കുറേ ലാംഗ്വേജ് അവിടെ ഉപയോഗിക്കും അല്ലേ? കുറേ ലാംഗ്വേജ് അയാൾ അവിടെ ഉപയോഗിക്കാറുണ്ട്. സോ നമുക്ക് ഇന്ന് ആ ഒപ്പീനിയൻ ഫാക്ട്സിനെ ഓഥർ എക്സ്പ്രസ് ചെയ്യുന്ന എന്ത് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് സെൻറ്റൻസ് അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് അയാൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, നമുക്ക് ഇന്ന് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യനെ നമുക്കിന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്ത് ലാംഗ്വേജ് ആണ് അയാൾ അവിടെ ഉപയോഗിക്കുന്നത്, അയാളുടെ ഒപ്പീനിയൻസും ഫാക്ട്സും അയാൾ അവിടെ എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാം ദാറ്റ് ഫാക്ട്സ് വേഴ്സസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ. ഇനിയും അയാളുടെ ആ ഒരു ലാംഗ്വേജിൽ നിന്ന് അയാൾ അവിടെ ഫാക്ട്സ് ആണോ എക്സ്പ്രസ് ചെയ്യുന്നത്, അതോ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അയാളുടെ ഒപ്പീനിയൻ ആണോ, അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായമാണോ അയാൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, നമുക്ക് അയാൾ അവിടെ ഉപയോഗിച്ച ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ഫോർ എക്സാമ്പിൾ ദി ഓഥർ ഹൈലൈറ്റ്സ് ദാറ്റ്. ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രധാനമായ കാര്യം എടുത്തു കാണിക്കുക, അതാണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം. അപ്പം ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുകയാണ് ദി ഓഥർ ഹൈലൈറ്റ്സ് ദാറ്റ്. ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അയാൾ എന്തോ ഒരു കാര്യം അവിടെ പ്രധാനമായ ഒരു കാര്യം നമ്മളെ എടുത്തു കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ അയാൾ ഒപ്പീനിയൻ ആയിട്ടോ അയാളുടെ അഭിപ്രായമായിട്ടോ ഒന്നും പറയുകയല്ല, അയാൾ ഒരു ഫാക്റ്റിനെ നമ്മളിൽ എടുത്തു കാണിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അയാളുടെ ഒപ്പീനിയനോ അയാളുടെ കാഴ്ചപ്പാടിന്റെ ആവശ്യമില്ല. എന്ത് ഫാക്റ്റ് ആണ് പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്, ആ ഫാക്റ്റ് ആയിരിക്കണം നമ്മുടെ ആൻസർ ഓപ്ഷനിൽ വരേണ്ടത്. ഓക്കെ, സോ ഹൈലൈറ്റ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചെങ്കിൽ അയാൾ എന്തോ ഒരു വസ്തുത, ഫാക്റ്റിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ വസ്തുതകൾ അല്ലേ, എന്തോ ഒരു ഫാക്റ്റോ എന്തോ ഒരു വസ്തുതകളെ കുറിച്ച് അയാൾ അവിടെ നമ്മളിൽ എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, സോ ഹൈലൈറ്റ് എന്നൊരു വാക്ക് ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുമ്പോൾ നമ്മൾ എന്താണ്, അയാളുടെ ഒപ്പീനിയൻ അല്ല, അല്ലെങ്കിൽ അയാളുടെ കാഴ്ചപ്പാടല്ല, അയാളുടെ സജഷൻ അല്ല, അയാൾ എന്താണ് ഒരു വസ്തുതയെ കുറിച്ച് നമ്മളോട് എടുത്തു കാണിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തൊരു ലാംഗ്വേജ് ആണ് സജസ്റ്റ്. ദി ഓഥർ സജസ്റ്റ് ദാറ്റ്. അപ്പൊ സജസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നിർദ്ദേശിക്കുക എന്ന് പറയത്തില്ലേ, അയാൾ എന്തോ നിർദ്ദേശിക്കുകയാണ്. അപ്പം അതാണ് അയാളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായം വരുന്നത്. അയാൾ നമ്മളോട് എന്തോ സജസ്റ്റ് ചെയ്യുകയാണ്, അവിടെയാണ് അയാളുടെ അഭിപ്രായം വരുന്നത് കൊണ്ട് അവിടെയാണ് നമ്മൾ അയാളുടെ രീതിയിൽ ചിന്തിച്ചു പോകേണ്ടത്. അവിടെ ആ പാരഗ്രാഫിൽ അയാൾ അവിടെ ഒരു വാക്ക് എഴുതിയെങ്കിൽ ആ വാക്കിന് അയാൾ നമ്മളോട് എന്ത് നിർദ്ദേശമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് അയാളുടെ ഒപ്പീനിയൻ. അപ്പോൾ അവിടെ നിന്നാണ് അങ്ങനത്തെ ഒരു ആൻസർ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്.
ഒരു ഫാക്റ്റ് അല്ല, സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ അല്ല, അയാൾ ഇൻഡയറക്ട്ലി നമ്മളോട് തരുന്ന ഒരു മെസ്സേജ് ആയിരിക്കണം ആ സജസ്റ്റ് എന്നൊരു വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു ലാംഗ്വേജ് അയാൾ അവിടെ ഉപയോഗിക്കുന്നതാണ് ഓഥർ ബിലീവ്സ് ദാറ്റ്. ബിലീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അയാൾ വിശ്വസിക്കുന്നു അല്ലേ? അപ്പം അതും എന്താണ്? അയാളുടെ നിർദ്ദേശമാണ് അല്ലെങ്കിൽ അയാളുടെ കാഴ്ചപ്പാടാണ്, ആണല്ലോ. അപ്പം അവിടെയും നമ്മൾ എങ്ങനെ പോകണം? നമ്മുടെ ആൻസർ എങ്ങനെയായിരിക്കണം? ഓഥറിന്റെ വിശ്വാസമായിരിക്കണം. പാരഗ്രാഫിൽ എഴുതിയ കാര്യം സ്ട്രേറ്റ് ഫോർവേഡ് അങ്ങനെയല്ല, വസ്തുതകളല്ല, ഫാക്റ്റ് അല്ല, പക്ഷേ അയാൾ അവിടെ വിശ്വസിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യം അയാൾ അവിടെ പറഞ്ഞെങ്കിൽ അയാൾ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് നമ്മൾ നമ്മുടെ ആൻസറിൽ എടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ സ്റ്റഡി ഫൗണ്ട് ദാറ്റ്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ സ്റ്റഡി കണ്ടുപിടിച്ചത്, അവിടെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാഴ്ചപ്പാടോ നിർദ്ദേശമൊന്നുമല്ല, ഫാക്ട്സ് അല്ലെങ്കിൽ വസ്തുതകൾ. കറക്റ്റായ അവിടെ സ്റ്റഡി ചെയ്തെങ്കിൽ, ടെസ്റ്റും കൺട്രോൾ ഉപയോഗിച്ച് അവിടെ സ്റ്റഡി ചെയ്തെങ്കിൽ ആ സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ റിസൾട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതോ അല്ലെങ്കിൽ അയാൾ ഇൻഡയറക്ട്ലി നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് എന്താണ് റിസൾട്ട് വന്നത് അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അതാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടത് അല്ലേ? ഫൗണ്ട് എന്ന് പറയുമ്പോൾ കണ്ടെത്തി അല്ലേ? നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ റൈറ്റർ. റൈറ്ററിന്റെ അക്കോർഡിംഗ് അല്ലെങ്കിൽ റൈറ്ററിനെ അനുസരിച്ച്. അപ്പം റൈറ്ററിനെ അനുസരിച്ച് എന്ന് പറയുമ്പോൾ അവിടെയും ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ ആണ്, അവിടെയും അഭിപ്രായമാണ്. അപ്പം അവിടെ നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് അല്ല, ഇയാൾ ഇൻഡയറക്ട്ലി നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഓഥർ അനുസരിച്ച് അല്ലെങ്കിൽ റൈറ്റർ അനുസരിച്ച് അവിടെ എന്താണ് അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കണം നമ്മുടെയോട് ആൻസർ. ഓക്കെ, സോ ഇങ്ങനത്തെ കുറെ ലാംഗ്വേജ് ആണ് നമ്മുടെ പാർട്ട് സിയിൽ നമ്മൾ മിക്കവാറും കാണുന്നത്. ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ഓർ ഒപ്പീനിയൻ, റൈറ്ററിന്റെ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും മുന്നോട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ലാംഗ്വേജസ് ആണ് ഈ ലാംഗ്വേജസ്. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞ് അടുത്തത് എന്താണ്? ഐഡന്റിഫൈങ് ഒപ്പീനിയൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇനിയും നമുക്ക് ഇനിയും ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ഇനിയും അയാൾ ഒപ്പീനിയൻ ആണോ ഉദ്ദേശിക്കുന്നത്, ആറ്റിറ്റ്യൂഡ് ആണോ ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഇതുപോലത്തെ ചില വേർഡ്സ് ഉപയോഗിച്ച്. ഇപ്പൊ നൗൺസ്, ചിലർ നൗൺസ് ഉപയോഗിക്കും അല്ലെ? ഏത് ലാംഗ്വേജ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്? നൗൺസ്. സിഗ്നിഫിക്കൻസ് ആവാം, ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ്, ഡിസ്അഡ്വാൻറ്റേജ്, ഇങ്ങനത്തെ കുറെ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് അയാളുടെ ഒപ്പീനിയൻ, ആറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. പിന്നെ ചിലപ്പോൾ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാം. കോമൺ, ഫണ്ടമെന്റൽ, ഇമ്പോസിബിൾ, ആക്യുറേറ്റ്, ഇങ്ങനത്തെ കുറെ അഡ്ജക്റ്റീവ്സും കൂടി ഉപയോഗിക്കാം. ഇതുപോലൊക്കെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഹി ഈസ് ട്രൈയിങ് ടു എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ ഓർ ഹി ഈസ് ട്രൈയിങ് ടു എക്സ്പ്രസ് ഹിസ് ആറ്റിറ്റ്യൂഡ്. അയാളുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അഭിപ്രായങ്ങൾ ഒക്കെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടില്ലായിരിക്കും, എപ്പോഴും അത് ഇൻഡയറക്റ്റ് ആയിട്ട് റീഫ്രേസ് ചെയ്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അത് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങനത്തെ കുറെ നൗൺ, അഡ്ജക്റ്റീവ്, ടെന്റേറ്റീവ് ലാംഗ്വേജ്, അഡ്വർബ് ഓഫ് ഡിഗ്രി, ഇങ്ങനത്തെ കുറെ വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ എന്താണ് അയാളുടെ കാര്യങ്ങൾ, അയാളുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, സോ ടെന്റേറ്റീവ് ലാംഗ്വേജ് എന്താണ്? സീംസ്, അപ്പിയേഴ്സ്, ടെൻഡ് ടു, ഹിന്റഡ് ടു. ഇങ്ങനെ ഹിന്റഡ് ടു എന്ന് പറഞ്ഞാൽ അയാൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ? സർട്ടൻലി, സർപ്രൈസിംഗ്ലി, സോളലി, ഇങ്ങനത്തെ കുറെ ലാംഗ്വേജ് ആയിരിക്കും ഓഥർ അവിടെ അയാളുടെ പാരഗ്രാഫിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ കുറെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഹി ഈസ് ട്രൈയിങ് ടു എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. ഓക്കെ, സോ ടിൽ നൗ വി ആർ ക്ലിയർ. ഇത്ര കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടൊന്ന് 2 എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കേ. വാട്ട് ഈസ് ദി ഓഥേഴ്സ് ബിലീഫ് ഇൻ ദ ലാസ്റ്റ് പാരഗ്രാഫ്? ലാസ്റ്റ് പാരഗ്രാഫിൽ ഓഥറിന്റെ വിശ്വാസം എന്താണ് അതല്ലേ ചോദിക്കുന്നത്. അപ്പൊ വിശ്വാസം എന്നൊരു ചോദ്യം വരുമ്പോൾ എന്തായിരിക്കണം? അയാളുടെ രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെ? അയാളുടെ വിശ്വാസം എന്താണ് ആണല്ലോ. നോക്കിക്കേ, നമുക്ക് പാരഗ്രാഫ് വായിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഫാക്ട്സോ ഒന്നുമല്ല നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അയാൾ അതിനകത്തുനിന്ന് എന്തായിരിക്കും വിശ്വസിക്കുന്നത്, അയാളുടെ രീതിയിൽ നമ്മൾ ചിന്തിച്ചൊരു ആൻസറിലോട്ട് എത്തണം അല്ലെ? പാരഗ്രാഫ് നോക്കിക്കേ. ഐ തിങ്ക് ദിസ് സ്റ്റഡി ഇസ് എ ഗുഡ് ഫൗണ്ടേഷൻ ടു ബിൽഡ് അപ്പോൺ. കണ്ടോ, അയാൾ എന്താ പറയുന്നത്? ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു സ്റ്റഡി ഒരു നല്ല ഒരു അടിസ്ഥാനമാണ്, വളർന്ന് ബിൽഡ് ആക്കി പോവാൻ അല്ലേ? ബിൽഡായി പോകാൻ വളരെ നല്ലൊരു അടിസ്ഥാനമാണ് ഈ ഒരു സ്റ്റഡി.
hopefully we will be able to test the hypothesis that mGlu1-PAMs can actually treat patient with schizophrenia someday soon. Hopefully ഞങ്ങൾ എന്താണ് ഈ ഒരു ഹൈപ്പോത്തിസിസ് നമുക്ക് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാൻ പറ്റും ദാറ്റ് mGlu1-PAM can actually treat patient with schizophrenia someday soon. mGlu1-PAM ഒരു ടെക്നോളജിയാണ്. ഈ ഒരു തെറപ്പിക്ക് സ്കിസോഫ്രെനിയ ഉള്ള പേഷ്യൻസിനെ ഒരു ദിവസം ചികിത്സിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഹോപ്പ് ചെയ്യുന്നുണ്ട്, അല്ലേ? I truly believe that understanding how neural circuit functions and dysfunction will lead to a revolution in treating neuroscience related disease. കണ്ടോ, ഞാൻ ട്രൂലി വിശ്വസിക്കുന്നത് എന്താണ്, ദാറ്റ് ഒരു ദിവസം ഈ ന്യൂറൽ സർക്യൂട്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെ ഡിസ്ഫങ്ഷൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് ഇതുപോലത്തെ ന്യൂറോ സയൻസ് റിലേറ്റഡ് ഡിസീസ് നമുക്ക് ചികിത്സിച്ചിട്ട് ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ പറ്റും എന്നാണ് അയാൾ അവിടെ ട്രൂലി വിശ്വസിക്കുന്നത്. ആൻഡ് ഐ ആം എക്സൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. എന്നിട്ട് ഇതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്, അല്ലേ? അപ്പം ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് ഏകദേശം എന്ത് മനസ്സിലായി, ദാറ്റ് അയാൾ വളരെ വളരെ ഹോപ്പ്ഫുൾ ആണ്. അതായത് ഈ ഒരു ട്രീറ്റ്മെന്റിനെ സ്കിസോഫ്രെനിയ ഉള്ള ഒരാൾക്കാരെ ഒരു ദിവസം ചികിത്സിക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അയാൾ വിശ്വസിക്കുകയല്ലേ. സോ അയാൾ വളരെ ഒരു ഹോപ്പ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയല്ലേ. ക്ലിയർ ആണോ? ഈ ഒരു ട്രീറ്റ്മെന്റിനെ ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രീറ്റ്മെന്റിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ആ ഒരു രീതിയിലല്ല അയാൾ പോകുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഇനി നമ്മുടെ 4 ഓപ്ഷൻസ് നമുക്ക് വായിക്കാം. ഡി വായിച്ചേ. ജോയ്ഫുൾ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ന്യൂറൽ സർക്യൂട്ട് ക്രിയേറ്റഡ് എ ട്രീറ്റ്മെന്റ് ഫോർ സ്കിസോഫ്രെനിയ. ഒരു ഏകദേശം അങ്ങനെ വരുന്നുണ്ടെങ്കിലും അയാൾ വളരെ ജോയ്ഫുൾ ആണ്. ഓക്കെ, നമുക്കത് എടുക്കാം. പക്ഷേ അവസാനം വന്ന ലൈൻ തെറ്റിപ്പോയില്ലേ. ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ന്യൂറൽ സർക്യൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് അവർക്കൊരു സ്കിസോഫ്രെനിയയുടെ ട്രീറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിന്ന് പറഞ്ഞു അവിടെ? ഇല്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു സക്സസ് ഉണ്ട്, അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡി എടുക്കാൻ പറ്റത്തില്ല. സി വായിച്ചേ. ഹോപ്പ്ഫുൾ ദാറ്റ് സ്കിസോഫ്രെനിയ വിൽ ലീഡ് ടു എ റെവല്യൂഷൻ ഇൻ ട്രീറ്റിംഗ് റിലേറ്റഡ് ഡിസീസ്. കണ്ടോ, ഹോപ്പ്ഫുൾ ആണ്, ശരിയാണ്, നമുക്ക് ആ വാക്ക് എടുക്കാം. പക്ഷേ സ്കിസോഫ്രെനിയ വിൽ ലീഡ് ടു എ റെവല്യൂഷൻ ഇൻ ട്രീറ്റിംഗ്, സ്കിസോഫ്രെനിയ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമുക്ക് അതും എടുക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ എല്ലാ ലൈൻ നല്ലതാണെങ്കിലും അവസാനം വരുമ്പോൾ അത് തെറ്റി പോവുകയാണ്, അല്ലെ? അതല്ലല്ലോ അയാളുടെ വിശ്വാസം. അടുത്തത്, ഹി ഈസ് ഹാപ്പി ദാറ്റ് ഓക്കെ mGlu1-PAMs can actually treat people with schizophrenia. അങ്ങനെയാണോ? അയാൾക്ക് സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് എടുക്കാം. പക്ഷേ mGlu-PAM1 സ്കിസോഫ്രെനിയ ഉള്ള ആൾക്കാരെ ചികിത്സിക്കാൻ ഉറപ്പായിട്ട് പറ്റും എന്ന് അയാൾ അവിടെ പറയുന്നുണ്ടോ? പറ്റുമെന്ന് അയാൾ പറഞ്ഞു. സംഡേ സൂൺ അയാൾ ഹോപ്പ് ചെയ്യുന്നു ഈ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ mGlu-PAMsനെ ഒരു ആക്ച്വലി ട്രീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയല്ലേ? ഇനി അടുത്തത്, ഇനി നമുക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്ന പോയിന്റ് ബി ഒരു ഏകദേശം പറയുന്നുണ്ട്, അല്ലെ? ഇനി എ വായിച്ചേ. ബീയിങ് ഓപ്റ്റിമിസ്റ്റിക് about the success that the research of mGlu1-PAM holds. അതല്ലേ mGlu-PAM1 ഹോൾഡ് ചെയ്യാൻ, mGlu-PAM1 ഉള്ള ഒരു സക്സസ്, അതിന് എത്രത്തോളം സക്സസ് ഉണ്ട് അതിനെക്കുറിച്ച് അയാൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. അതല്ലേ അയാളുടെ വിശ്വാസം. ക്ലിയർ ആണോ? നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് നമുക്ക് അതിന്റെ ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഇതിനൊരു ദിവസം ചികിത്സിക്കാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അങ്ങനെയല്ലേ? ഇതിനെ പറ്റുമെന്നല്ല, ബി എന്ന് പറയുമ്പോൾ mGlu1-PAMനെ ആക്ച്വലി ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഓർത്തിട്ട് അയാൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് എന്താണ് നമ്മൾ പാരഗ്രാഫിൽ പറഞ്ഞത്, നമുക്ക് ഈ ഒരു ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ hopefully we will be able to test the hypothesis that mGlu-PAM1s can actually treat patient with schizophrenia someday soon. അങ്ങനെയല്ലേ പറഞ്ഞേ? ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ mGlu-PAM1 ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയല്ലേ? സോ എയും ബിയിലും കറക്റ്റായ ഒരു വിശ്വാസം എന്തായിരിക്കും? അയാളൊരു വിശ്വാസം, അയാൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ അയാൾ വളരെ ഹോപ്പ്ഫുൾ അബൌട്ട് ദ സക്സസ് ദാറ്റ് ദ റീസെർച്ച് ഓഫ് mGlu-PAMs ഹോൾഡ്, അല്ലേ?
M-GLUPAM1 ഉള്ള സക്സസ്, ആ ഒരു റിസർച്ചിനെ പറ്റിയ സക്സസിനെ കുറിച്ച് അയാൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. അതല്ലേ അയാളുടെ വിശ്വാസം? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പോകേണ്ടത്, നമ്മൾ അയാളുടെ വിശ്വാസം അനുസരിച്ചാണ് പോകേണ്ടത്, അല്ലേ? ബി ഒരു ഏകദേശം ശരിയാണെങ്കിലും അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട് അയാളുടെ വിശ്വാസം ഏതായിരിക്കും കറക്റ്റ്? ആൻസർ വിൽ ബി എ. ബീയിങ് ഓപ്റ്റിമിസ്റ്റിക് about the success that the research of M-GLUPAMs hold. ഓക്കെ, അതാണ് അയാളുടെ ബിലീഫ്. ആ ഒരു ലൈൻ എവിടെയെങ്കിലും കറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇൻഡയറക്ട്ലി അതാണ് അയാളുടെ വിശ്വാസം. ക്ലിയർ ആണോ? അങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു വിശ്വാസം തപ്പേണ്ടത്. നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ അവിടെ കിട്ടത്തില്ല. ഓക്കെ, ഇനി ജസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. According to the author, what is the most startling issue? ഓഥറിന്റെ അക്കോർഡിംഗ് അല്ലെങ്കിൽ ഓഥറിന്റെ അനുസരിച്ച് ഏറ്റവും സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ എന്താണ്? നമുക്ക് വായിക്കാം. ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഇസ് നോട്ട് എ കോസ്മെറ്റിക് ഇഷ്യൂ ഓർ സംതിങ് ദ ചൈൽഡ് വിൽ ജസ്റ്റ് ഗ്രോ ഔട്ട് ഓഫ്. ചൈൽഡ് ഒബീസിറ്റി ഒരു കോസ്മെറ്റിക് ഇഷ്യൂവോ ഒന്നുമല്ല, അല്ലെങ്കിൽ കുഞ്ഞ് വളർന്നു പോകുമ്പോൾ അത് മാറിക്കോളും എന്ന് പറയാൻ പറ്റിയ ഒരു കോസ്മെറ്റിക് ഇഷ്യൂ അല്ലെങ്കിൽ ചെറിയ കുരുവോ പാടൊന്നുമല്ല ഒബീസിറ്റി, അല്ലേ? Obese children tend to become obese adult and there are many medical issues associated with obesity. Obese ആയ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോഴും obese ആയി മാറുന്നുണ്ട്. എന്നിട്ട് ഒബീസിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട പല മെഡിക്കൽ ഇഷ്യൂസും കുഞ്ഞുങ്ങൾക്ക് വരുന്നുണ്ട്, ഒബീസ് കുഞ്ഞുങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, children are now taking the same type of medication as their parents to manage blood pressure, diabetes and cholesterol. എന്താണ്? അവരുടെ പേരൻസ് എടുക്കുന്ന മരുന്ന്, അവർ ബ്ലഡ് പ്രഷറിനും ഡയബറ്റീസും കൊളസ്ട്രോളിന് വേണ്ടി പേരൻസ് എടുക്കുന്ന മരുന്ന് ഇപ്പത്തെ കുഞ്ഞുങ്ങൾ എടുക്കുന്നുണ്ട്. ദിസ് ഈസ് ഫ്രൈറ്റനിങ് ബട്ട് ട്രൂ. കണ്ടോ, ഇത് ഫ്രൈറ്റനിങ് ആണ്, പക്ഷെ സത്യമായ കാര്യമാണ്. കണ്ടോ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടോ, ഫ്രൈറ്റനിങ് ആൻഡ് ട്രൂ, അല്ലേ? അപ്പം അക്കോർഡിംഗ് ടു ദി ഓഥർ, വാട്ട് ഈസ് ദ മോസ്റ്റ് സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ? കണ്ടോ, ഓഥർ അനുസരിച്ച് ഇവിടെ ഏറ്റവും സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ എന്താണ്? അയാളുടെ അനുസരിച്ച് ഇവിടെ സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ എന്താണ്? നമ്മൾ ലാസ്റ്റിൽ വായിച്ചൊരു കാര്യമല്ലേ അയാളുടെ അനുസരിച്ച് ഒരു സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ? മനസ്സിലായോ? അപ്പം അത് നമ്മൾ ആ ഒരു വാക്കാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ ആണ് നമ്മൾ അവിടെ തപ്പേണ്ടത്. സ്റ്റാർട്ട്ലിംഗ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന ഒരു ഇഷ്യൂ, അല്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളും പറയും, പക്ഷേ അക്കോർഡിംഗ് ടു ദി ഓഥർ അല്ലെങ്കിൽ ഓഥർ അനുസരിച്ച് ഇവിടത്തെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവിടത്തെ ഭയപ്പെടുത്തുന്ന ഒരു ഇഷ്യൂ എന്താണ്? അയാൾ ഇവിടെ എടുത്തു പറഞ്ഞു, ദിസ് ഈസ് ഫ്രൈറ്റനിങ് ബട്ട് ട്രൂ. അപ്പോൾ ഇയാൾ ഇവിടെ ഒരു നൗൺ ഉപയോഗിച്ചില്ലേ? ക്ലിയർ ആണോ? ഇനി എന്തായിരിക്കും നമ്മുടെ ആൻസർ? ഒബീസിറ്റി ബീങ് എ മാറ്റർ വിച്ച് ക്യാൻ നോട്ട് ബി ഡെൽറ്റ് വിത്ത്. ഒബീസിറ്റി ഒരു മാറ്റർ, നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു മാറ്റർ ആണ് ഒബീസിറ്റി എന്നാണോ അയാളുടെ മോസ്റ്റ് സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ? അക്കോർഡിംഗ് ടു ദ ഓഥർ ആണ് നമ്മൾ പോകേണ്ടത്? അല്ല. ബി വായിച്ചേ, ഒബീസ് ചിൽഡ്രൻ റിമെയിൻ ഒബീസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ശരിയാണ്, ആ ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും അതാണോ അയാളുടെ അവിടുത്തെ സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ? ഒബീസ് ചിൽഡ്രൻ ത്രൂ ഔട്ട് ദെയർ ലൈഫ് ടൈം ഒബീസ് ആയിട്ട് നിൽക്കാറുണ്ട്, കറക്റ്റ് ആണ്. പക്ഷെ അതല്ല ഓഥർ അനുസരിച്ച് അയാളുടെ സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ. ദെൻ ഡി, ഓൾ യങ് അഡൾട്ട്സ് ഹാവ് കോസ്മെറ്റിക് ഇഷ്യൂസ് സച്ച് ആസ് ഒബീസിറ്റി. കോസ്മെറ്റിക് ഇഷ്യൂ സച്ച് ആസ്, എല്ലാ യങ് അഡൾട്ടിനെ ഒബീസിറ്റി പോലത്തെ കോസ്മെറ്റിക് ഇഷ്യൂ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു കോസ്മെറ്റിക് ഇഷ്യൂ അല്ല, പ്ലസ് എല്ലാ യങ് അഡൾട്ടിനും അത് ഒബിസിറ്റി ഉണ്ടെന്ന് അവിടെ പറയുന്നുമില്ല, പ്ലസ് അതല്ല ഓഥറിനെ അനുസരിച്ച് അതോടെ സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ. ഇനിയും സി വായിച്ചേ, മെഡിക്കേഷൻ ടേക്കൻ ബൈ ചിൽഡ്രൻ ഫോർ കണ്ടീഷൻസ് വിച്ച് വർ നോൺ ടു എഫക്ട് ഓൺലി അഡൾട്ട്സ്. കണ്ടോ, എന്താണ് ഇപ്പത്തെ കുഞ്ഞുങ്ങൾ മരുന്നുകൾ എടുക്കുന്നത്? ഏത് കണ്ടീഷനാണ്? അത് പ്രായമുള്ള ആൾക്കാരെ മാത്രം ബാധിക്കുന്നതായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പ്രായമുള്ള ആൾക്കാരെ ബാധിക്കുന്ന അസുഖത്തിന്റെ മരുന്നുകളാണ് ഇപ്പത്തെ പിള്ളേർ എടുക്കുന്നത്, അല്ലേ? അതല്ലേ അയാളുടെ അവിടത്തെ ഒരു സ്റ്റാർട്ട്ലിംഗ് ഇഷ്യൂ? അതല്ലേ അയാൾ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആൻസർ സി. സോ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് നമ്മൾ എന്താണ് പാരഗ്രാഫ് എഴുതിയെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകരുത്. അക്കോർഡിംഗ് ടു ദി ഓഥർ നമ്മൾ പോകണം. അയാൾ അവിടെ എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അക്കോർഡിംഗ് ടു ഹിം. അപ്പോൾ ഇങ്ങനത്തെ കുറെ വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അയാളുടെ ഒപ്പീനിയൻസ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് അയാൾ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. സോ അക്കോർഡിംഗ് ടു ദി ഓഥർ സി അല്ലേ നമ്മുടെ ആൻസർ? സോ അതായിരിക്കും സി. സോ നമ്മൾ ഇന്ന് വായിച്ചത് എന്തായിരുന്നു? അണ്ടർസ്റ്റാൻഡിങ് ഓഥേഴ്സ് വ്യൂ പോയിന്റ് ഇൻ പാർട്ട് സി. അപ്പം അയാൾ ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ
അയാളുടെ ഒപ്പീനിയൻസും അയാളുടെ ആറ്റിറ്റ്യൂഡ് മുന്നോട്ട് വെക്കാൻ വേണ്ടി ഓഥർ ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ, കുറെ നൗൺസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിനെ പറ്റിയ 2 എക്സാമ്പിൾസ് ആണ് ഇന്ന് പഠിച്ചത്. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു ചെറിയ സെഷനിൽ നിന്ന് ഈ ഒരു ചെറിയ ടോപ്പിക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സോ ഐ വിൽ സീ യു അഗൈൻ. താങ്ക് യു സോ മച്ച്.